മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് മരുമോനെ മന്ത്രിയാക്കി. ഉം. എന്തേ ഇപ്പോഴില്ലേ? അതെ, അതെ. ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. അതെ. അല്ലേ? ഭർത്താവ് എം പി, അതെ, ഭാര്യ അതെ, അതെ, മന്ത്രി. അതെ, അതെ, അതെ. ഇതിനു മുമ്പ് നടന്നിട്ടില്ലേ? ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് എല്ലാ പാർട്ടിയിലും. പാർട്ടിയിലും. അതൊക്കെ ഞാൻ പറയുന്നത് അതൊന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടല്ല. അവരൊരു സജഷൻ പറയും. പാർട്ടി ഒപ്പം നിൽക്കുകയാണ്. ഇവരെല്ലാവരും പാർട്ടിയിലൂടെ വളർന്നവരാണല്ലോ. അതെ, അല്ല അതെ. നമ്മളെപ്പോലെ ചുമ്മാ എന്നിട്ട് നിങ്ങൾ കൊള്ളാം കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും തന്നെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും ഒരുപക്ഷെ ആ കാര്യത്തിൽ പാരമ്പര്യം വെച്ച് പറയാനായിട്ട് കുറവ് ബി ജെ പിക്കാർ. കാരണം അവരിപ്പോൾ വന്നേ പുതിയതായിട്ട് ഉള്ളൂ. വന്നൊരു അതെ, അതെ, പാർട്ടിയാണ്. അതെ. സ്വാഭാവികമായിട്ടും അവർ ഇതുപോലെ വളർന്നിരിക്കും. പുതിയ സാരഥികളൊക്കെ വന്ന് പുതിയ ആശയങ്ങളൊക്കെ പറയുമ്പോൾ അതിലൊരു ആകർഷരാവാം ചെറുപ്പക്കാരൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും പുറത്ത് ഇന്ത്യയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവിടെ ചെല്ലുമ്പം ഇന്ത്യയെ പറ്റിയിട്ട് ഒരുപാട് കുറച്ചൊരു നല്ല ചിന്തകൾ ഇപ്പോഴുണ്ട്. ഉണ്ട്. ഇന്ത്യ ഒരുപാട് ഡെവലപ്പ് ചെയ്തു, അതെ, അങ്ങനെ അതെ, വന്നു, അതെ. ഇങ്ങനെ വന്നു. ഓഫ് കോഴ്സ് ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ ഓണറബിൾ പ്രൈം അതെ. മിനിസ്റ്റർ അല്ലേ. ആ. അപ്പോൾ അത് അദ്ദേഹത്തിന് അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് ചെയ്തു എന്നല്ല. അല്ല, അല്ല, അല്ല. ഇവർ ഭരണത്തിൽ വന്നപ്പോൾ ഇവരുടെ പുതിയ ചിന്താധാരയിലൂടെ പലതും ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരണം തോന്നി. അദ്ദേഹത്തിന് പിന്നെ വേറെ ദുരുദ്ദേശങ്ങളൊന്നും വലുതായിട്ട് കാണാൻ വഴിയില്ല. പാർട്ടിക്ക് വേണ്ടി ഇതുപോലെ അദ്ദേഹം വഴങ്ങേണ്ടി അതെ, വരും. അതെ, അതെ. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പഴ് ഞാൻ പറയുന്നത് വെച്ചാൽ പാർട്ടിയെ നമ്മൾ അനുസരിക്കണം, പാർട്ടിക്ക് വിധേയമായിട്ട് ചെയ്യണം. പക്ഷേ ഈ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു ഭാരവാഹിയെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ ആളെങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് അന്വേഷിക്കാം.